സുമേഷ്, ദാ സുമേഷ്. ചത്ത് ചത്ത് ചത്ത്. ഒന്ന് ചുമ്മാതിരിയടേ. എന്താടാ, എന്താ കാര്യം? കുട്ടപ്പേട്ട, നമ്മുടെ സുമേഷ് ഈ കുഴിയിലേക്ക് വീണു. ശരിക്കും? പിന്നെ പറ്റിക്കാൻ എന്താ ഏപ്രിൽ ഫൂളോ? ഒരു അനക്കമില്ലാന്ന്. ഈശ്വരാ, അവന്റെ വീട്ടിൽ ഞാൻ ഇനിയിപ്പോ എന്താ പറയാ? സുഗുണ കേവ് വഴി പാതാളത്തിലേക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോയതാന്ന് പറഞ്ഞാലോ? എന്തിനാ പോയിന്ന് ചോദിച്ചാലോ? മാവേലിയെ മീറ്റ് ചെയ്യാനാണെന്ന് പറയണം. നിന്ന് തമാശ കളിക്കാണ്ട് എന്തേലും ചെയ്യണം. കുറച്ചുകൂടെ സീരിയസ് ആവ്. എന്നാ നിങ്ങൾ സീരിയസ് ആയി നിൽ, ഞാൻ വക്കീലായിട്ട് വരാം. എന്നാ അണ്ണം ഇവിടെ നില്ലേ, ഞാനൊരു ചായ കുടിച്ചേച്ചും വരാം. ഒന്ന് നിന്നേ. ഒരു സുഹൃത്ത് കുഴിപ്പെട്ട് കിടക്കുമ്പോ അവൻ എങ്ങനെ ഇട്ടേച്ചും പോവാൻ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നടാ? സോറി കുട്ടപ്പേട്ട, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് എന്താ ഇനി ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യാൻ? അവസാനമായി ഒരു പിടി മണ്ണ് വാരിയെറിഞ്ഞ അവന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓം ക്രീം കുട്ടിച്ചാത്ത ബൂം പട്ട് സ്വാഹ. ഇതെന്താ പരിപാടി? അത് നമ്മുടെ സുമേഷ്. അയ്യോ സുമേഷ്, അപ്പൊ നീ കുഴി വീണില്ലേ? വീണു. ഇതിന്റെ എൻട്രി ഇതേനായിരുന്നേൽ എക്സിറ്റ് അപ്പുറത്തു കൂടെ ആയിരുന്നു. അതുവഴി കയറി പോന്നു. ആണല്ലേ? അതെന്തായാലും നന്നായി. ഇതെന്തിനാ മണ്ണൊക്കെ എറിഞ്ഞ? അത് ഞാൻ നിനക്ക് ബോധം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി കുറച്ച് മണ്ണ് വാരി തെളിച്ചതാ. അതിന് വെള്ളം ഒഴിച്ചാ പോരെ? വെള്ളം താഴെ എത്തുന്നതിന് മുന്നേ ഇവാപറേറ്റ് ആയി പോയില്ലടാ മണ്ട. ഓ ഹലോ, ആന്തരാഞ്ജലികൾ ഫ്ലക്സ് ക്യാൻസൽ. ഹലോ പോലീസ് സ്റ്റേഷൻ. കുറച്ചു മുമ്പ് 2 സുഹൃത്തുക്കൾ ചേർന്ന ഒരു സുഹൃത്തിനെ കുഴിയിലേക്ക് തള്ളിയിട്ട കേസ് പറഞ്ഞില്ലേ? അത് വരണ്ട കേട്ടോ, അതൊരു പ്രാങ്കായിരുന്നു.